വയലൻസ് ഹാൻഡിൽ ചെയ്യണതേ ഇപ്പൊ നിങ്ങക്ക് ലിമിറ്റ് അധികം ഇല്ലല്ലോ സിൻസ് OTT. പക്ഷെ പാർട്ട് 1 അത് നന്നായിട്ടാണ് ഡീൽ ചെയ്തത്, വളരെ സട്ടിലായിട്ടാണ് ഡീൽ ചെയ്തത്. ഇവിടെ നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് സീൻസ് ഉൾപ്പെടുത്താനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് നന്നായിട്ടാണ് അത് ഡീൽ ചെയ്തത്. അത് ഈ അജിച്ചേട്ടനൊക്കെ ഉള്ള കാരണം ഫാമിലി ഓഡിയൻസ് കാണുന്നുള്ളത് കാരണം കൊണ്ടാണോ അത് ആ സബ്ജക്ട് അത് ഡിമാൻഡ് ചെയ്യുന്നില്ല അതായിരുന്നോ? സബ്ജക്ട് വെച്ച് പിന്നെ എനിക്കും അത്രയും മതിയായിരുന്നു എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ടാണ്. കാരണം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും കാരണം വെബ് സീരീസ് വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇപ്പം ലാൽ സാറിനെ തെറി വിളിക്കുന്നു, ഇപ്പൊ എല്ലാരും എന്റെ അത് കാണുമ്പോൾ പറയുന്നത് നിന്റെ ജൂണും മധുരതും കഴിഞ്ഞ് നന്മമരം കഴിഞ്ഞ് മറ്റേ മോഡ് അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിന് അത്രയും മതി, പിന്നെ അതുകൊണ്ടാണ് ആക്ച്വലി അത്രയും മതി എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പേഴ്സണലി അതിനോട് അങ്ങനെ അത്ര യോജിപ്പുള്ള ആളുമല്ല. ഇപ്പോൾ ഒരു ആൺ പെൺ റിലേഷനിൽ അവരുടെ വളരെ ഒരു ഇൻറ്റിമേറ്റ് ഒരു മൊമെന്റ് ആണെന്ന് ഇന്ന് പ്രേക്ഷകർ മനസ്സിലാവുന്ന കാലമൊക്കെ ആയല്ലോ. ഇത്രയും അതിപ്പോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിന് വേറെ സിനിമകളുണ്ടല്ലോ. അപ്പോ ഇത് പോസ് ചെയ്തിട്ട് അത് കണ്ടിട്ട് അല്ല, ഞാൻ പറഞ്ഞ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റിമസി ഓൺ ഫിസിക്കാലിറ്റിയിൽ അതാ പറയുന്നത്. ടു ബ്രൂട്ടൽ വയലൻസിനോട് എനിക്ക് അതേ സമീപനം തന്നെയാണ്. ഇപ്പം ചിലത് ഭയങ്കര എന്താണെന്നറിയോ, അതിന്റെ റീസൺ ഞാൻ പറയാൻ കാര്യം, പ്രാക്ടിക്കലി തിയേറ്റർ മാത്രമാണെങ്കിൽ ഇതിന് നമുക്കിവിടെ സർട്ടിഫിക്കേഷൻ വെച്ച് ആളെ കയറ്റാതെ പിള്ളേർ കയറില്ല. ഇതിൽ OTT വന്നാലും പിള്ളേർ കാണാതിരിക്കാൻ അതിനുള്ള ഇതുണ്ട്, എന്താണ് പാരന്റൽ ലോക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് എന്ത് ലോക്കമുള്ളത്? ഇത് കൃത്യം ക്ലിപ്പായിട്ട് വരും, അത് കുട്ടികളുടെ കയ്യിലെത്തും. അപ്പം നമുക്ക് ഒരു രീതിയിൽ ഇതിനെ ഗൈഡൻസ് മാനദണ്ഡം പാലിക്കാൻ പറ്റില്ല. ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, 4 കുട്ടികളുടെ അച്ഛൻ ആയിട്ടിരിക്കല് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ആലോചിച്ചിട്ടുണ്ടോ? നമുക്കൊരു 18+ ടോപ്പിക് മകൻ വന്ന് ചോദിക്കുകയാണ്, അപ്പൊ ഞാൻ എങ്ങനെയാ ഉണ്ടായത്? അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം തന്നെ ചെയ്ത ആളാ. എന്താ ഒരു കുട്ടി ചോദ്യം, ഞാൻ ഗൂർക്കായിരുന്നു റോണിച്ചേട്ടന്റെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അപ്പോ അങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് ഇതെന്താ ഈ പോണും റിയൽ ലൈഫ് തമ്മിൽ വ്യത്യാസം എന്താന്നൊക്കെ കുട്ടി ചോദിച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു അജോർഗീസ് ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? പിന്നെ അതിന്റെ ഒരു കുറവ് ഇല്ലായ്മയാണ് എന്റെയൊക്കെ തലമുറയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ എല്ലാവരും എന്ന് പറയുന്നില്ല. ആ എഡ്യൂക്കേഷൻ റൈറ്റ് ഏജിൽ കൊടുക്കേണ്ടത് മസ്റ്റാണ്. ഈ ഞാൻ ഉൾപ്പെടുന്ന ഒരു അല്ലെങ്കിൽ എൻ്റെ മുകളിലോട്ടുള്ള ഞാൻ ബിലോങ് ചെയ്യുന്ന ഒരു നാടിൻ്റെ സോ കോൾഡ് ഒരു പല രീതിയിലുള്ള ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനോ ഇഗ്നോറൻസോ അറിവില്ലായ്മയോ ഒക്കെ ആ കറക്റ്റ് സമയത്ത് ഇതെല്ലാം ഇതിൻ്റെ റൈറ്റ് മീറ്ററിൽ നമ്മളോട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് തരാത്തതിൻ്റെ കുഴപ്പമാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ തലമുറയ്ക്ക്. അത് റോങ് വഴികളിലൂടെ പോയി പഠിക്കുന്നതിനേക്കാളും നല്ലത് കറക്റ്റായിട്ട് ഇതിനൊക്കെ ഒരു ഡിവൈൻ എലമെൻ്റ് ഉണ്ട്. ആ ഡിവൈൻ എലമെൻറ്റിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കി കൊടുത്താൽ അതാണ് ഏറ്റവും അവർക്കത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. നമുക്കത് എത്രമാത്രം പ്രാക്ടിക്കലി പറ്റുന്നു അതിനെക്കുറിച്ച് അറിവ് വേണം. ഒരു കുട്ടിയോട് ഇത് പറയുന്നതിനെക്കുള്ള എങ്ങനെ പറയാം? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറക്ടർ എന്നെ ബ്രീഫ് ചെയ്തത് മാഷാന്ന് പറഞ്ഞ കഴിഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് മാഷ് അത് മസിൽ പിടുത്തൊന്നും വേണ്ട, മാഷാകുമ്പോൾ സാധാരണക്കാരനാണ്. അപ്പം വേറൊരാൾക്ക് വേറെ. അപ്പോൾ ഓരോ കുട്ടിയെയും പഠിക്കുന്ന ഒരു സൈക്കോളജി അറിയാവുന്ന കുട്ടികളുടെ സൈക്കോളജി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ജോലി ചെയ്യുന്നവർ കൂടണം. കുട്ടികളുടെ ഏത് ഏജ് തൊട്ടാണ് ഒരു ആൺ പെൺ വ്യത്യാസം. ഞാനൊക്കെ ബോയ്സ് സ്കൂളിൽ പഠിച്ചാണ്. അപ്പം നാച്ചുറലി ബോയ്സ് സ്കൂളിൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് റോങ് ആണ്. കാര്യം ഇവിടെ ഇരിക്കുന്ന ഒരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു വ്യക്തി എന്നും നമുക്ക് ഏലിയനാ. ആ വ്യക്തിയുടെ രൂപം, ആ വ്യക്തിയുടെ സംസാരം, ഇതൊക്കെ നമുക്ക് കൗതുകം. ഈ ജോണി ചേട്ടൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു പ്രായം, ഒരു ഘട്ടം മുഴുവൻ നമ്മൾ കൊതിയോടെ കാത്തിരിക്കുന്നത് ഇതെന്താണ് ഈ ഏലിയൻ അല്ലേ ഇത്. എന്നാൽ ചെറുപ്പം തൊട്ടേ അവർക്ക് അതിൻ്റെ റൈറ്റ് മാതൃകാപരമായ അതിനൊരു ഇൻട്രാക്ഷനൊക്കെ ഇന്നത്തെ കുട്ടികൾക്കുണ്ട്. അത് കിട്ടുന്നവർക്ക് ആ ഒരു ഭീകര കൗതുകമൊന്നുമില്ല. നമ്മളെപ്പോലെ തന്നെ ഒരു വ്യക്തി, ദൈവം ഈശ്വരൻ 2 രീതിയിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം പരസ്പരം മര്യാദ കൊടുത്ത് പോലും നമുക്ക് വളരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പോൺ എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു മറ്റ് ജെൻഡറിന്, ഇപ്പം ആണുങ്ങൾ പെൺകുട്ടികളെയും പെൺകുട്ടികൾ ആണുങ്ങളെയും തെറ്റായി ചിത്രീകരിക്കാനും ഒബ്ജക്ടിഫൈ ചെയ്യാനും ഏറ്റവും നമ്പർ 1 റീസൺ ആവുന്നത് പോണാണ്. അതിൻ്റെ ഒരു വിക്ടിമുള്ള ഒരു വ്യക്തിയാണ് ഞാനൊക്കെ.
മനസ്സിലായി, നമ്മളൊക്കെ അന്ന് ഇതൊക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ അറിയണ്ടേ, അപ്പൊ അതൊക്കെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ ഇത് അറിയാനുള്ള കൗതുകവും ഹ്യൂജ്, പോയി ചോദിക്കാനുള്ള ധൈര്യം എല്ലാവരോടും. കൂട്ടുകാർ മാത്രമേ ഉള്ളൂ, കൂട്ടുകാർക്ക് നമ്മുടെ ബോധമുള്ളൂ, അല്ല മറ്റേ മാഷന്മാരോട് ചോദിക്കാൻ പറ്റുമോ, വീട്ടിൽ ചോദിക്കില്ലല്ലോ. അപ്പൊ കൂട്ടുകാരും നമ്മൾ ഒരേ അതാണെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയാനുള്ള ബുദ്ധി അവനുള്ളൂ. നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഈ പറയുന്ന റോങ് ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അത് പൂർണ്ണമായും രണ്ട് ജെൻഡറുകളെയും ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നൊരു കാശടിച്ചു മാറ്റുന്ന ഒരു തെറ്റായ സാധനമാണ്. ഒരു $1 ട്രില്യൺ ബില്യൺ ഇൻഡസ്ട്രിയാണ്. തെറ്റവും ഇല്ല, അതിന്റെ എത്തിക്സ് വേറെ, അത് കാശുണ്ടാക്കുന്നതൊക്കെ അതവരുടെ ഇഷ്ടം. പക്ഷെ ഒരു ജനറേഷനിലോട്ട് അത് പോകുന്നത് ഈ ഒരു പരസ്പരമായ ഒരു റെസ്പെക്റ്റിനെ അത് ബാധിക്കുന്ന കാര്യം. അത് തീർച്ചയായിട്ടും അതിനെ മാറ്റാൻ ഇത് വിവരമുള്ളവർ സംസാരിക്കണം. കുട്ടികൾ അവരിൽ കംഫർട്ടബിൾ ആവണം. അവർ കറക്റ്റ് അവർക്കറിയാം ഇത് ഇന്നതാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തെറ്റ് പഠിപ്പിച്ച് ഇതിലൂടെ ഉള്ള ഇതൊക്കെ ജീവിതത്തിൽ റിയലാണെന്ന് വിശ്വസിപ്പിച്ച് അതിൻ്റെ പുറത്ത് എന്താ പറയുക, ഇൻഡ്യൂസിങ് ഹോർമോണൽ ഫാൻറ്റസീസ് ആണ്, ഇൻഡ്യൂസ് ചെയ്യാണ്. അത് തെറ്റാണ്. നാച്ചുറലി വരേണ്ട ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു റഷിനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാണ്, എക്സ്ട്രാ ഡ്രഗ് പോലാണ്. അപ്പോൾ അത് നല്ല പ്രാക്ടീസ് അല്ല. ക്രൈം ഫയൽസ് ഇറങ്ങുന്ന സമയത്ത് ഈ അജിചേട്ടന്റെ ക്യാരക്ടർ വരുന്നത് എൻ്റെ ഒരു ആഗ്രഹ, ഈ മെയിൻ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ സഹായിക്കാൻ വേണ്ടി വരിക, ഹീറോയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ വരുമല്ലോ. എനിക്കിപ്പോ അത് പറയാൻ പറ്റുന്നില്ല. സംഭവം എല്ലാരും ഉണ്ട്, പക്ഷെ ഇതിനകത്ത് ലീഡ് ആക്ച്വലി അർജുനാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവർ വരുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കും, ലാൽ സാറ് അവിടുത്തെ സ്റ്റേഷൻ ഹെഡുമാണ്. അപ്പോൾ അവിടുത്തെ ഒരു അമ്പിളി രാജു, ഇന്ദ്രൻ സേട്ടൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ, അപ്പോൾ പുള്ളിയുടെ ഒരു മിസ്സിങ് വെച്ചാണ് പരിപാടി തുടങ്ങുന്നത്. അപ്പം അത് പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയതുകൊണ്ട് പല ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സും കാര്യങ്ങളും എല്ലാം ജോയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമായിട്ട് അജിചേട്ടൻ വരും, ജോയിൻ ചെയ്യുന്നതായിട്ട്. ഇവിടുത്തെ കേസ് നടക്കുന്ന ഒരു സ്റ്റേഷൻ തൊട്ടപ്പുറത്തെ ഒരു അങ്കമാലി പോട്ടെ അല്ലെങ്കിൽ തൃശ്ശൂർ, അവിടുത്തെ ഒരു സുഹൃത്തായ ഒരാൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ. ബേസിക്കലി അതാണ്. അപ്പൊ ആ ഒരു ഫ്രാഞ്ചൈസ് ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇപ്പൊ അത് പറയുന്നില്ല. എന്തായാലും പ്രോമിനന്റ് റോള് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഇതാണ് പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ട്. ലാൽ സാറ് നമ്മുടെ പഴയ സീസണിൽ എല്ലാവരും ഉണ്ട്. ഈ പറഞ്ഞ പോലെ പല എല്ലാവരും ക്യാരക്ടേഴ്സ് ആണ്. അർജുനിലൂടെ പോകുന്നതേ ഉള്ളൂ, പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പോലെ അതർ സ്റ്റേറ്റിലെ കാര്യങ്ങളും ഉണ്ട്, കർണാടക പോലീസിന്റെ ഒരു എലമെന്റ്സ് പരിപാടികളും ഉണ്ട്. രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. അർജുൻ ദാസായിട്ട് ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ടോ? അത് ഉണ്ട്. അത് ഇത് പറഞ്ഞ പോലെ ആക്ച്വലി ഈ ഏപ്രിലിൽ ഷൂട്ട് തുടങ്ങേണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ റിലീസ് കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മളായിരുന്നു. സോ ഇതിന്റെ റിലീസ് ടൈമിൽ എന്തായാലും അവൈലബിൾ ആവണം. അത് കാരണം ഷൂട്ട് അങ്ങനെ. അപ്പൊ ഇപ്പം അർജുൻ നെറ്റ്ഫ്ലിക്സ് സീരീസിനൊന്നും ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മളാ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, മധുരത്തില് അർജുൻ അശോകൻ വളരെ വെൽ ഓഫ് ആയിട്ടുള്ള വീട്ടിൽ നിന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്, അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. മിനി കൂപ്പറൊക്കെ ഓടിക്കുന്നുണ്ടല്ലേ. ആളെന്തിനാ ആളുടെ ഒരു പാരന്റിന് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നൊരു അതിനകത്ത് ആക്ച്വലി ഒരു സീനുണ്ട്. ജഗദീഷ് ചേട്ടനെ ഫോൺ വിളിക്കുമ്പം ജഗദീഷ് ചേട്ടനോട് പറയുന്നുണ്ട് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ, അപ്പോൾ എനിക്കിവിടെ നിന്ന് മടുത്തു, മറ്റേ ബൈസ്റ്റാൻഡർ റൂം കാര്യങ്ങൾ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ പറയുന്നുണ്ട്, എടാ അവിടുത്തെ ഡോക്ടേഴ്സ് നല്ലതാണ്, നീ അത് കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, നീ അത് സഹിക്കും, പക്ഷെ ഡോക്ടേഴ്സ് അടിപൊളി. അത് എന്തുകൊണ്ടാണ് കാരണം വെച്ചാൽ ഞാനിത് അനുഭവിച്ചതാണ്. എൻ്റെ ഫാദറിൻ്റെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കൂട്ടി നിൽക്കാൻ പോയതാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫാദറിനും നമ്മുടെ അവിടുത്തെ ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് ജയകുമാർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. പുള്ളിയാണ് ബൈപ്പാസ് സർജറി എനിക്ക് 100% സക്സസ് റേറ്റാണ്. അപ്പോൾ ഡോക്ടേഴ്സിനെ നോക്കിയാൽ പോകുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കുന്നില്ല ബൈസ്റ്റാൻഡറിനെ ഉള്ളൂ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പാട്. പേഷ്യൻസിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെക്കാട്ടിലും നല്ല റൂം. അതെ അവിടെയായിരുന്നു ട്രീറ്റ്മെന്റ്. പേഷ്യൻസിന്റെ റൂമും ICU ഒക്കെ ഏറ്റവും നല്ല ഇത് തന്നെ. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് ആദ്യം ഞാൻ നോക്കുമ്പോ ഒരു വലിയ ഹോള്, 150 പേര്, ഇത് എന്തൊരു കഷ്ടമാണ്. ഞാൻ വലിയ ഉത്തരവാദിത്തമുള്ള മോനായിട്ട് കാണിക്കാൻ വേണ്ടി അവിടെ പോകുന്നു, പക്ഷെ പണി വളർന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാവരും ഒരു ഫാമിലി പോലെ ആവുന്നു. അപ്പൊ അതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ, ആദ്യത്തെ ദിവസം തന്നെ മുങ്ങാൻ വേണ്ടി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇതെന്താന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ഈ ഡോക്ടറിന്റെ, കാരണം അത്രയും വലിയൊരു സർജറിയാണ്. അപ്പൊ ഈ ഡോക്ടേഴ്സിന്റെ കാര്യം വരുമ്പോൾ അതുകൊണ്ടാണ്
വെച്ചത്. സംശയമായിട്ട് എപ്പോഴും അതെ അതെ ഇതാണ് ആക്ച്വലി അത് വെക്കാനാണ് എല്ലാവരും അവനെ, കാരണം ഒന്ന് അർജുനെ ഞാനത് കാസ്റ്റ് ചെയ്തു, അതിനു മുമ്പ് അവൻ ചെയ്യുന്ന എല്ലാം ഒന്ന് ഇടി കിട്ടുന്നു, സാധാ വീട്. പക്ഷെ എനിക്ക് റിയൽ അർജുനെ അറിയാം, അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അവനെ അങ്ങനെ കാസ്റ്റ് ചെയ്യണമെന്നുണ്ട്, നല്ല ഡ്രസ്സിങ് വേണം. പക്ഷെ ഈ പറഞ്ഞ ഗവൺമെന്റിൽ വെക്കുക, അപ്പൊ അതുകൊണ്ട് ആ സീൻ കറക്റ്റ് വെച്ചത്. ലേൺ ചെയ്യണ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചോട്ടെ അൺലേൺ ചെയ്യുക. അപ്പൊ അൺലേൺ ചെയ്യാൻ എപ്പോഴും ത്വര കാണിക്കുന്ന ആളായിട്ട് ചോദിച്ചേട്ടന് തോന്നിയിട്ടുണ്ട്. അത് നീയും തുടരട്ടെ, നീയും നല്ല സിനിമകൾ സംഭവിക്കട്ടെ. ആൻഡ് ഇത് ഹിറ്റായിട്ട് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇനിയും ഉണ്ടാവട്ടെ. ലാസ്റ്റ് അവസാനം ഒരു കോൾ എടുക്കുന്ന ഒരാളാവില്ലേ, അത് കുറച്ചും കൂടി വലിയ ആക്ടർ വരട്ടെ. ഇത് കുറെ ട്രാവൽ ആവട്ടെ. നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.